സാബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർപ്പറേറ്റ് ഇൻസ്പെക്ടറുടെ എക്സാമിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ക്രാഷ് കോഴ്സാണിത്. അതായത് 60 ദിവസങ്ങൾ കൊണ്ട് ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എൻ്റെ ഓരോ വീഡിയോകൾ നിങ്ങൾ കാണുക. പുതിയ പുതിയ വീഡിയോകൾ കിട്ടുന്നതിന് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. എന്താണ് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? അതായത് നമ്മളുടെ സിലബസ് പ്രകാരമുള്ള കോപ്പറേഷനിലെ രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്നതാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് കിട്ടുന്നതായിരിക്കും. Word principle derived from the Latin word principium, which means basis. The word principle derived from the Latin word principium, which means basis. അതായത് പ്രിൻസിപ്പിൾ എന്ന വാക്ക്, പ്രിൻസിപ്പിൾ എന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ആ പ്രിൻസിപ്പിൾ തത്വം എന്ന് പറഞ്ഞ ആ വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതായത് ഏത് ഭാഷയിൽ നിന്നെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ആ ലാറ്റിൻ ഭാഷയിലെ പ്രിൻസിപ്പിയം എന്ന വേർഡിൽ നിന്നാണ്. പ്രിൻസിപ്പിയം എന്ന വേർഡിൽ നിന്നാണ് പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ബേസിസ് എന്നാണ്. അടിസ്ഥാനം എന്ന് പറയുന്ന ബേസിസ് എന്നാണ് ഇതിന്റെ അർത്ഥം. ദ വേർഡ് principle derived from the Latin word principium, which means basis. അതുകൂടാതെ പ്രിൻസിപ്പിയത്തിന് വേറെ കുറച്ച് അർത്ഥങ്ങൾ കൂടിയുണ്ട്. അതും കൂടി നമ്മൾ പഠിച്ചു വെക്കാം. ദ പ്രൈമറി ഐഡിയ, എ സർട്ടൻ തീസിസ്, എ റൂൾ ഓഫ് ഓർഗനൈസേഷൻ, ഇങ്ങനെയൊക്കെയാണ് പ്രിൻസിപ്പിൾസിന്റെ മറ്റുള്ള അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ദ വേർഡ് പ്രിൻസിപ്പിൾ ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് പ്രിൻസിപ്പിയം, which means basis. According to Professor D.J. Carve, പ്രിൻസിപ്പിൾസിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദി ഗൈഡ് ലൈൻസ് ആൻഡ് ഗ്രൗണ്ട് റൂൾസ് ഫോർ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ്. എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് റൂൾസ് ഫോർ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് ആണ്. സഹകരണ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് റൂൾസ്. എന്താ പറയാ ഗ്രൗണ്ട് റൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന നിയമങ്ങളും അതേപോലെ തന്നെയുള്ള ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങളുമാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു സഹകരണ സംരംഭങ്ങളുടെ അടിസ്ഥാന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് D.G. കാർവെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ D.G. കാർവെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആസ് ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് ദി കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. എന്താണ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസുകൾ സംഘടിപ്പിക്കുന്നതിനും അത് നടത്തുന്നതിനുമുള്ള ഒരു വഴിയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്നത്. സഹകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു വഴിയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് D.G. കാർവെ പറഞ്ഞത്. ഇപ്പൊ D.G. കാർവെ എന്താ പറഞ്ഞത്? Cooperative principles are the guidelines and ground rules of cooperative enterprises. Cooperative principles are as the way of organizing and conducting cooperative activities. According to George David Donick എന്താ പറഞ്ഞതെന്ന് വെച്ചാല് cooperative principles are set of rules which governs the life activity of cooperative organization. എന്താണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ സംഘടനയുടെ അതിന് എന്താ സംഘടനയുണ്ടല്ലോ അതിന്റെ ജീവിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമങ്ങളുടെ കൂട്ടമാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുന്നത്. വേറൊന്നുമില്ല. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അതിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് ഉണ്ടല്ലോ, അത് ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമസംഹിതകളാണ് അല്ലെങ്കിൽ നിയമങ്ങളുടെ കൂട്ടങ്ങളാണ് സഹകരണ തത്വങ്ങൾ എന്നാണ് ജോർജ് ഡേവിഡ് ഡോണിക്ക് പറഞ്ഞത്. Cooperative principles are set of rules which governs the life activity of cooperative organization. The cooperative principles firstly developed by the Rochdale Pioneers Cooperative Society in 1860 and then ICA took change of that in 1937, later making corrections in 1966 and 1995. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആദ്യമായി ഡെവലപ്പ് ചെയ്തത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് 1860-ലാണ് അവർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളുടെ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് എന്ന് പറഞ്ഞ സൊസൈറ്റി 1844 ഡിസംബർ 21 1844 ഡിസംബർ 21 ആരംഭിച്ചൊരു സൊസൈറ്റിയാണ്. ആ, ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് എന്തുകൊണ്ട് വിജയകരമായി എന്നുള്ളതിന് കാരണം എന്തെന്ന് വെച്ചാൽ 1860കളിൽ അവർ അതിനു വേണ്ടി ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽ കൊണ്ടുവന്നു. ആ പ്രിൻസിപ്പലിനെ അധിഷ്ഠിതമായിട്ടാണ് പിന്നെ റോച്ച്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. അതായിരുന്നു അവരുടെ വിജയത്തിന് ആധാരം. അതുകൊണ്ട് തന്നെ ഇത് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഐ സി എക്ക് സ്വന്തമായിട്ട്, അതായത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലിയൻസിന് സ്വന്തമായി ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് വേണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അല്ലെങ്കിൽ ആലോചിച്ചപ്പോൾ അവർ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? റോച്ച്ഡെയിൽ പൈനിയേഴ്സിന്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആദ്യം തന്നെ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പൽസ് ആരംഭിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ 1934 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയും ആ കമ്മിറ്റി 1937 അതിന്റെ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിനനുസരിച്ച് ഐ.സി.എ പുതിയ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് കൊണ്ടുവരികയും ചെയ്തു. 1937 കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പൽസ് തന്നെ അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് വർഷങ്ങൾ കഴിയുന്തോറും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടി 1966 ഒരു കറക്ഷൻസ് വരുത്തിക്കൊണ്ട് പുതിയൊരു പ്രിൻസിപ്പൽസ് വന്നു. അതിനുശേഷം പിന്നീട് 1995 പ്രിൻസിപ്പൽസ് കൊണ്ടുവന്നു. ഈ 1995 പ്രിൻസിപ്പിൾസ് ആണ് ഇപ്പോൾ നിലവിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. The cooperative principles firstly developed by the Rochdale Pioneers Cooperative Society in 1860. 1860 ഫസ്റ്റ് പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ എന്താണ്? ഐ.സി.എ took ചേഞ്ച് ഓഫ് ദാറ്റ് in 1937. 1937 അതിന് വ്യത്യാസങ്ങൾ വരുത്തി. പിന്നീട് കറക്ഷൻസ് 1966 1995 നടത്തി. The cooperative principles firstly developed by Rochdale Pioneers Cooperative Society in 1860. 1860 റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ആണ് ലോകത്തിൽ ആദ്യമായി കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ഡെവലപ്പ് ചെയ്തത്. ഹൗ മെനി സ്റ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്? എത്ര സ്റ്റേജുകളാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിനുള്ളത്? 4 സ്റ്റേജുകളാണുള്ളത്. 4 സ്റ്റേജുകളിലായിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് വന്നത്. The first cooperative society came into being in 1760, which was set up by വോൾവിക് ആൻഡ് ചാറ്റൺ. ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന 1760 വന്നത്. അത് സെറ്റപ്പ് ചെയ്തത് വോൾവിക്കും ചാറ്റോണുമാണ്. There were 4 different stages in which the principles was developed. അതായത് 4 വ്യത്യസ്തമായ സ്റ്റേജുകളിലായിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ഡെവലപ്പ് ചെയ്തത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പൽ ആണ്. മൂന്നാമത്തേത് നാലാമത്തെ ഐ.സി.എ പ്രിൻസിപ്പൽസ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ്, മൂന്നാമത്തേത് ഹാർവേ പ്രിൻസിപ്പൽസ്, നാലാമത്തേത് 1995 പ്രിൻസിപ്പൽ. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ന്യൂ പ്രിൻസിപ്പൽസ് ആണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്, ആദ്യത്തെ സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റോച്ച്ഡെയിൽ പ്രിൻസിപ്പൽസ്. 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പൽസ് ആണ് ആദ്യത്തെ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പൽസ് 1860. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പൽസ് 1860. On 21st December 1844, 28 flannel weavers of Rochdale in England formed as a കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ബെനിഫിറ്റിംഗ് ദി വീവേഴ്സ് കമ്മ്യൂണിറ്റി. അതായത് നെയ്ത്തുകാരുടെ സമൂഹത്തിന്റെ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട് 28 ഫ്ലാനൽ വീവേഴ്സ് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചു. അതായത് 28 ഫ്ലാനൽ വീവേഴ്സ് ഓരോ പൗണ്ട് വീതം എടുത്തു 28 പൗണ്ട് ക്യാപിറ്റലായിട്ട്, അതായത് മൂലധനമായിക്കൊണ്ട് ഒരു സൊസൈറ്റി ആരംഭിച്ചു. ആ സൊസൈറ്റിയാണ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. അത് ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇംഗ്ലണ്ടിലെ ടോഡ് ലൈനിലാണ് അത് ആരംഭിച്ചത്. 1844 ഡിസംബർ 21 അത് ആരംഭിച്ചത്. 1844 ഡിസംബർ 21 അത് ആരംഭിച്ചത്. On 21st December 1844, 28 flannel weavers of Rochdale in England formed a consumer cooperative society for beneficiary of the weavers community. Rochdale Pioneers Cooperative Society is known as the first successful cooperative society in the world. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്.
Rochdale Pioneers Cooperative Society succeeded in their venture, basically running the store with some basic principles. Rochdale Pioneers Cooperative Society succeeded in their venture, basically run the store with some basic principles. എന്തുകൊണ്ടാണ് അത് സക്സസ് ആയതെന്ന് വെച്ചാൽ അതിന് കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസിന് അധിഷ്ഠിതമായിട്ടാണ് അത് പ്രവർത്തിച്ചിരുന്നത്. In 1860, the annual general body meeting, the pioneers of Rochdale Pioneers Cooperative Society declared certain basic principles. 1844 രൂപീകരിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് റോച്ചൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിന്റെ 1860 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഒരു തീരുമാനമെടുത്തു. കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഇതിന് ആവശ്യമാണെന്ന്. അതിനെ തുടർന്നാണ് 1860 കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് വന്നത്. In 1860, the annual general body meeting, the pioneers of Rochdale Pioneers Cooperative Society declared certain basic principles. The first person or responsibilities who formulated definite practical rules and successfully അത് എന്താണ് ദ ഫസ്റ്റ് പേഴ്സൺ റെസ്പോൺസിബിലിറ്റീസ് ഹു ഫോർമുലേറ്റഡ് ഡെഫിനിറ്റ് പ്രാക്ടിക്കൽ റൂളേഴ്സ് ആൻഡ് സക്സസ്ഫുള്ളി, അതായത് ഏറ്റവും സക്സസ്ഫുള്ളി ആയിട്ട് ഇത് പ്രവർത്തിക്കാനുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോച്ച്ഡേൽ പൈനിയേഴ്സ് അല്ലെങ്കിൽ ചാൾസ് ഹോവർത്ത് എന്ന് പറയാം. പേഴ്സണെ മാത്രം ചോദിക്കണമെങ്കിൽ ചാൾസ് ഹോവർത്ത് എന്ന് പറയാം. അതായത് നിയമങ്ങൾ കൊണ്ടുവന്നത് ആരായിരുന്നു എന്ന് വെച്ചാൽ ചാൾസ് ഹോവർത്ത് ആണ്. നിയമം കൊണ്ടുവന്നത് എന്താണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്? റോച്ച്ഡേൽ പൈനിയേഴ്സ് ആണ്. ആൻസർ കീ അനുസരിച്ച് ആൻസർ എഴുതുക. The cooperative principles are first formulated by Rochdale Pioneers. ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത് റോച്ച്ഡേൽ പൈനിയേഴ്സ് ആണ്. റോച്ച്ഡേൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രാറ്റിക് കൺട്രോൾ, ഓപ്പൺ മെമ്പർഷിപ്പ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, patronage dividend, cash trading, political and religious neutrality, promotion of education. Democratic control, open membership, limited interest on capital, patronage dividend, cash trading, political and religious neutrality, promotion of education. ആദ്യത്തെ നമുക്ക് പഠിക്കാം ഡെമോക്രാറ്റിക് കൺട്രോൾ. ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡൺ ഡെമോക്രാറ്റിക്കലി. ദ എലക്ടഡ് ബോഡി കൺട്രോൾസ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഡെമോക്രാറ്റിക് കൺട്രോൾ എന്താണ്? ജനാധിപത്യപരമായ നിയന്ത്രണമാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തികളാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തുന്നത്. ജനാധിപത്യ രീതിയിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അവരാണ് അതിന്റെ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്. മാനേജ്മെന്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡൺ ഡെമോക്രാറ്റിക്കലി. The elected body controls the day-to-day operations of the society. Open membership, തുറന്ന മെമ്പർഷിപ്പ് ആണ്. Membership of the society is open to all those who belongs to the area of who need their service. മെമ്പർഷിപ്പ് ആർക്കാണ്? ആർക്കാണ് ആവശ്യമുള്ളത് അവർക്കെല്ലാം തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആ ഏരിയയിലായ സൊസൈറ്റി പ്രവർത്തിക്കുന്ന ഏരിയയിൽ ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് അവർക്കെല്ലാം മെമ്പർഷിപ്പ് ലഭിക്കുന്നതാണ്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന് ലിമിറ്റഡ് ആയിട്ട് സീസ് ചെയ്തിട്ടുണ്ട്. Limited interest on share capital. Interest on capital provided was only limited. Patronage dividend. Patronage dividend. Dividend distribution is on an equitable manner. Nobody gets special privilege on account of high capital contribution. അതായത് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ മാനറിലാണ് കൊടുക്കുന്നത്. അതായത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് കൊടുക്കുന്നത്. അതല്ലാതെ അവർ കൊടുത്ത് ക്യാപിറ്റൽ അധിഷ്ഠിതമായിട്ടല്ല ഡിവിഡൻഡുകൾ കൊടുക്കുന്നത്. Cash trading. The pioneers adopted the principle of cash sales to which they strictly adhered. The pioneers had seen that many stores started were completely ruined because of the policy of credit sales. Cash trading എന്താണ് പറയുന്നത്? ക്രെഡിറ്റ് സെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. ഈ സൊസൈറ്റി എല്ലാ സൊസൈറ്റികളും പരാജയപ്പെടുന്നത് എന്ന് കണ്ടതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് സൊസൈറ്റി ആരംഭിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ക്രെഡിറ്റ് സെയിൽസുകൾ എന്ന് പറയുന്നത് നമ്മളുടെ സൊസൈറ്റിയുടെ ഒരു അന്തകനാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവർ എന്താണ് ചെയ്തത്? ക്രെഡിറ്റ് സെയിൽസ് കടമായിട്ട് കൊടുക്കില്ല, റൊക്കം ക്യാഷ് ട്രേഡിംഗ് മാത്രമാണ് നടത്തിയിരുന്നത്. Cash trading. The pioneers adopted the principles of cash sales to which they strictly adhered. The pioneers had seen that many stores started were completely ruined because of the policy of credit sales. Political and religious neutrality എന്നാണ്
പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നിഷ്പക്ഷതയാണ് പറയുന്നത്. ദ പൈനിയേഴ്സ് വെയർ ടു റിമെയിൻ ന്യൂട്രൽ ഇൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് matters. The society may not link it with any religious or political leaderships. അതായത് ഈ പൈനിയേഴ്സ്, റോച്ചൽ പൈനിയേഴ്സ് എന്താണ് പറയുന്നത്? അവര് രാഷ്ട്രീയപരമായിട്ടായാലും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടാണ് നിന്നത്, നിഷ്പക്ഷമായിട്ടാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ നേതാക്കളെ ആരെയും അവർ ഇവരുടെ സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിരുന്നില്ല. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തിരുന്നു. ദ പൈനിയേഴ്സ് ഡിസൈഡ് ടു സ്പെൻഡ് എ പോർഷൻ ഓഫ് ദെയർ സർപ്ലസ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ദെയർ മെമ്പേഴ്സ്. അതായത് അവരുടെ മെമ്പർമാരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു സർപ്ലസിൽ നിന്ന്, അവരുടെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്നു. Promotion of education. The pioneers decided to spend a portion of their surplus for education of their members. അടുത്തതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. എന്താണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? ICA, അതായത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതാണ് ICAയുടെ ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് 1937 വന്നത്. അതിനെ പറയുന്നത് റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് എന്നാണ്. എന്താണ് റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്? എന്താണ് ICAയുടെ 1937 പ്രിൻസിപ്പിളിനെയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ICAയുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ അതാണ് എന്തെന്ന് പറയുന്നത്? റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. In 1934, the London Congress of ICA was asked to appoint a special committee to examine the formulate the principles of cooperation. 1934 ICAയുടെ ലണ്ടൻ കോൺഗ്രസിൽ വെച്ചിട്ടാണ് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ICAക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവരാനായിട്ടായിരുന്നു. അപ്പൊ എന്നാണ് പ്രിൻസിപ്പൽസ് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്? 1934. അതായത് ICAയുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് വേണ്ടിയിട്ട് ICA ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് 1934. അത് എവിടെ വെച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ICAയുടെ ലണ്ടൻ കോൺഗ്രസിൽ വെച്ചിട്ടാണ് ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. 1934 ലണ്ടൻ കോൺഗ്രസിൽ വെച്ചിട്ടാണ് ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഇയർ ICA അഡോപ്റ്റ് റോച്ചൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾ? 34 കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ട് 37 ആ റോച്ചൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തു. 37 പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഇയർ സബ് കമ്മിറ്റി അപ്പോയിന്റഡ് ടു ഇവാലുവേറ്റ് റോച്ചൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ്? റോച്ചൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രിൻസിപ്പിൾസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തതെന്നാണ് 1934. In which place ICA held in 1934 at London? ICAയുടെ അതായത് ICAയുടെ 1934 ICA കോൺഗ്രസ് നടന്നത് ലണ്ടനിലാണ്. ICA കോൺഗ്രസ് 1934 ലണ്ടനിലാണ്. അതുപോലെ തന്നെ ദ പ്ലേസ് ഇൻ വിച്ച് ICA കോൺഗ്രസ് ഹെൽഡ് ഇൻ 1937 അറ്റ് പാരീസ്. 1937 പാരീസിലാണ്. 1937 പ്രത്യേകത എന്താണ്? ICAയുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തത്. ICA adopted first review of the cooperative principles in 1937 at Paris Congress. ICA adopted first review of cooperative principles in 1937 at Paris Congress. 1937 പാരീസ് കോൺഗ്രസിലാണ് അത് അഡോപ്റ്റ് ചെയ്തത്. അത് ആദ്യമായിട്ട് ICA 1934 തീരുമാനം എടുക്കണം. ലണ്ടൻ കോൺഗ്രസിൽ വെച്ച് തീരുമാനം എടുക്കണം. ICAയുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ ICAക്ക് സ്വന്തമായിട്ടൊരു പ്രിൻസിപ്പിൾ ഒക്കെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ നിയോഗിച്ചു. ആ കമ്മിറ്റിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിനനുസരിച്ച് 1934 പാരീസ് കോൺഗ്രസിൽ വെച്ചിട്ട് 37 പാരീസ് കോൺഗ്രസിൽ വെച്ചിട്ട് ആ തത്വങ്ങൾ അംഗീകരിച്ചു. This committee divided the Rochdale principles into two classes. This committee divided the Rochdale principles in two classes. ഈ കമ്മിറ്റി Rochdale principles രണ്ട് ക്ലാസ്സുകളാക്കി. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 4 ആദ്യത്തെ ക്ലാസ്സും അപ്രധാനമായിട്ടുള്ള 3 രണ്ടാമത്തെ ക്ലാസ്സാക്കി രണ്ടായിട്ട് തരംതിരിച്ചു. ആദ്യത്തെ 4 പറയുന്നത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും അത്ര പ്രധാനമല്ലാത്തതിന് പറയുന്നത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നാണ്. എസെൻഷ്യൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾസ്. First four principles considered as essential principle or obligatory principles, and last 3 principles were considered as non-essential principles. എന്തൊക്കെയാണെന്ന് നോക്കാം. എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്: ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പേയ്മെന്റ് ഡിവൈഡഡ് ഓൺ പ്രൊപ്പോർഷൻ ടു ട്രാൻസാക്ഷൻ. എസെൻഷ്യൽ എന്തൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്. എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ ഫസ്റ്റത്തേന്
ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 പേയ്മെന്റ് ഡിവൈഡഡ് ഓൺ പ്രൊപ്പോർഷൻ ടു ട്രാൻസാക്ഷൻസ്. രണ്ടാമത്തേതാണ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. നോൺ എസെൻഷ്യൽ എന്താണ്? റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത്രയാണ് ആ 7 പ്രിൻസിപ്പിൾസ്. ആ 7 പ്രിൻസിപ്പിൾസിനെ റോസ്വെൽ പ്രിൻസിപ്പിൾസിന് 2ആയി ഡിവൈഡ് ചെയ്തിട്ട് പ്രധാനപ്പെട്ടതിനെ എസെൻഷ്യൽ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾ എന്നും അത്ര പ്രധാനമല്ലാത്തതിനെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും 2ആയി തരംതിരിച്ചു. അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? മൂന്നാമത്തെ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതിനറിയപ്പെടുന്നത് കാർവേ പ്രിൻസിപ്പിൾസ് എന്നാണ്. എന്താണ് കാർവേ പ്രിൻസിപ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത്? 1966 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നും അറിയപ്പെടുന്നു. നമുക്ക് അഭിമാനത്തോടു കൂടി പഠിക്കാൻ പറ്റുന്ന പ്രിൻസിപ്പിളാണ് കാർവേ പ്രിൻസിപ്പിൾ. കാരണം ഒരു ഇന്ത്യക്കാരനായിരുന്നു ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന കാർവേ എന്ന് പറയുന്നത്. ദ ഇയർ ഇൻ വിച്ച് 22nd കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ്, അതായത് 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് എന്നാണ് നിലയിൽ നടന്നത് എന്ന് ചോദിച്ചാൽ 1963, 1963. The year in which 22nd cooperative congress held, 1963. The year in which 22nd cooperative congress held, 1963. The place in which 22nd cooperative congress held, Bournemouth. The place in which 22nd cooperative congress held, Bournemouth. വേറൊന്നുമില്ല, 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് എന്ന് പറയുന്നത് 1963 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ ബോർഡ്മൗത്തിൽ വെച്ച് ചേർന്ന 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസിലാണ് തീരുമാനമെടുത്തത്. 1937 ആ പ്രിൻസിപ്പിളൊക്കെ 1960 റോച്ച്ഡേൽ പൈനേഴ്സ് കൊണ്ടുവന്ന ആ പ്രിൻസിപ്പിൾ തന്നെയാണ് 1937 നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. എത്രയോ വർഷങ്ങളായി അതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് തീരുമാനിച്ചത് 1963 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടാണ്. അത് ബോർഡ്മൗത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ICA second review of cooperative principles appoint a committee, DG Carvey Committee in 1964. ICA 1963 അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് 1964 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് DG Carvey കമ്മിറ്റി. 1964 എന്താണ് DG Carvey കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് സെക്കൻഡ് റിവ്യൂ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. Who was the chairman of committee appointed to formulated cooperative principles in 1964? DG Carvey. Who was the chairman of committee appointed to reformulate principles in 1964? DG Carvey. 1964 reformulate principles in the chairman DG Carvey. How many members in Carvey committee? Carvey committee എത്ര മെമ്പർമാരുണ്ട്? 5 members. How many members in Carvey committee? 5 members. 5 മെമ്പർമാര് 5 രാജ്യങ്ങളിൽ നിന്നായിട്ടായിരുന്നു വന്നത്. ഏതൊക്കെ രാജ്യമാണ്? ഇന്ത്യ, USA, USSR, UK and ജർമ്മനി. നമുക്കറിയാം DG Carvey കമ്മിറ്റിയാണ്. ഇന്ത്യക്കാരനാണ് അതിന്റെ ചെയർമാൻ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. പിന്നെയുള്ള രാജ്യങ്ങളിലെ ജർമ്മനി കഴിച്ചാൽ ബാക്കി ഏതൊക്കെയാണ്? USA, USSR, UK. ഇന്ത്യ, USA, USSR, UK and ജർമ്മനി. ഇത്രയും രാജ്യങ്ങളാണ് ഇതിലെ മെമ്പർമാരെന്ന് പറയുന്നത്. The year in which 23rd International Congress held, 1966. The year in which 23rd International Congress held, 1966. The year in which 23rd International Congress held, 1966. അതായത് 1963 22ാമത്തെ കോൺഗ്രസ്, 1966 23ാമത്തെ കോൺഗ്രസ്. 23ാമത്തെ കോൺഗ്രസിൽ വിയന്ന കോൺഗ്രസ് ആണ്. വിയന്നയിൽ വെച്ചിട്ടാണ് നടന്നത്. The place in which 23rd International Congress held, Vienna. The place in which 23rd International Congress held, Vienna. There are 6 principles adopted by ICA in 1966. അതായത് 1966 ICA 6 പ്രിൻസിപ്പിൾസ് ആണ് അഡോപ്റ്റ് ചെയ്തത്. 1966 ICA 6 പ്രിൻസിപ്പിൾസ് ആണ് അഡോപ്റ്റ് ചെയ്തത്. വിച്ച് കമ്മിറ്റി ഗിവൻ എക്സ്പ്ലനേഷൻ ടു ഓൾ പ്രിൻസിപ്പിൾസ്? ഏത് കമ്മിറ്റിയാണ് എല്ലാ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ നൽകിയ കമ്മിറ്റി എന്ന് ചോദിച്ചാല്, അല്ലെങ്കിൽ ആദ്യത്തെ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ DG Carvey കമ്മിറ്റി. DG Carvey എല്ലാ പോയിന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് കമ്മിറ്റി ഗിവൻ എക്സ്പ്ലനേഷൻ ടു ഓൾ പ്രിൻസിപ്പിൾസ്? DG Carvey കമ്മിറ്റി. വിച്ച് കമ്മിറ്റി പ്രൊപ്പോസ്ഡ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്ന കമ്മിറ്റി ഏതാണ്? കാർവേ കമ്മിറ്റിയാണ്. വിച്ച് കമ്മിറ്റി പ്രൊപ്പോസ്ഡ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? കാർവേ കമ്മിറ്റി.
Cooperation among cooperatives also known as mutuality. Cooperation among cooperatives also known as mutuality. Which principle is known as Carvey principle? Cooperation among cooperatives. Which principle is known as Carvey principle? Cooperation among cooperatives. Cooperation among cooperatives also known as mutuality. Which principle is known as Carvey principle? Cooperation among cooperatives. അതായത് കോപ്പറേഷൻ among cooperatives അറിയപ്പെടുന്നത് മ്യൂച്വാലിറ്റി എന്നറിയപ്പെടും. അതേപോലെ തന്നെ കാർവേ പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടും. സിക്സ്ത് പ്രിൻസിപ്പിൾ ഇസ് നോൺ ആസ് കാർവേ പ്രിൻസിപ്പിൾ. സിക്സ്ത് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത് കാർവേ പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ കോപ്പറേഷൻ among കോപ്പറേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ കോപ്പറേഷൻ among കോപ്പറേറ്റീവ്സ് അറിയപ്പെടുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? മ്യൂച്വാലിറ്റി എന്നറിയപ്പെടും, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടും, അതുപോലെ കാർവേ പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടും, സിക്സ്ത് പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടും. ഇതൊക്കെ എന്താണ്? കോപ്പറേഷൻ among കോപ്പറേറ്റീവ്സ്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് നോക്കാം. സോറി. Open and voluntary membership. Open and voluntary membership. Democratic management. Democratic management. Limited interest on share capital. Limited interest on share capital. Equitable distribution of surplus. Equitable distribution of surplus. Cooperative education. Cooperative education. Cooperation among cooperatives. Cooperation among cooperatives. ഇത്രയാണ് DG കാർവേയുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. എന്താണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്? അത് തുറന്നതും സ്വതന്ത്രവുമായിട്ടുള്ള മെമ്പർഷിപ്പാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ ദോസ് who wish to join it. There is no discrimination on the ground of caste, creed, religious, sex or politics. അതായത് ഒരാളെയും ഏതൊരു വ്യക്തിക്കും ആ കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ പ്രവർത്തന ബന്ധത്തിലുള്ള ഏതൊരു വ്യക്തിക്കും അവിടെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള അധികാരമുണ്ട്. ആൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം, അതുപോലെ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചും പോകാം. അതുപോലെ തന്നെ there is no discrimination on the ground of caste, creed, religion, sex or politics. അതായത് മതപരമായിട്ടോ ജാതിപരമായിട്ടോ വിശ്വാസത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ പുറത്തോ അല്ലെങ്കിൽ ലിംഗത്തിന്റെ പുറത്തോ ഒരു വിധത്തിലുള്ള യാതൊരുവിധ വ്യത്യാസങ്ങളും ഈ മെമ്പർഷിപ്പിനില്ല. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. എന്താണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്? ജനാധിപത്യപരമായ ഭരണമാണ് നടക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് കൺട്രോൾ, ദ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഈസ് എൻ ഇലക്ടഡ് ബോഡി ഹു കൺട്രോൾസ് ദ ഡേ ടു ഡേ അഫയേഴ്സ്. അതായത് ഈ ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയുന്ന ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആണ് ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Limited interest on share capital. Limited interest on share capital. For the purpose of collecting necessary amount of funds, the society is bound to pay interest. Whatever interest paid should be limited scale. For the purpose of collecting necessary amount of funds, the society is bound to pay interest. Whatever interest paid should be limited scale. അതായത് നമ്മൾ ഒരു സൊസൈറ്റി തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ക്യാപിറ്റലുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്താണ് സൊസൈറ്റി അതിനൊരു ഇൻട്രസ്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിലും ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിരിക്കും അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്തിരിക്കും. അടുത്ത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്നാണ്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ലാഭം എന്ന് പറയുന്നത് അതിന്റെ വിഭജനം എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് കൂടുതൽ കാശുള്ള ആൾക്കാർ കൂടുതലെന്നല്ല, അത് പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് സർപ്ലസ് വിതരണം നടത്തുന്നത്. Surplus or savings, if any arising out of the operations of a society, belongs to the members of that society and is disposed of as follows. The surplus or savings, if any arising out of the operations of a society, belongs to the members of the society and is disposed as follows. അതായത് സർപ്ലസ് ഉണ്ടെങ്കിലും മറ്റുള്ള സൊസൈറ്റിയിലെ എന്തെല്ലാം ഇതുണ്ടെങ്കിലും അത് താഴെ പറയുന്ന രീതിയിലാണ് അത് വിതരണം നടത്തുന്നത്. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. എന്താണ് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി? സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ദ കോമൺ സർവീസ്. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ദി കോമൺ സർവീസ്. പൊതുവായിട്ടുള്ള സഹായ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റിപ്പോകാൻ വേണ്ടി പ്രൊവിഷൻ വെച്ചത്. അതായത് നമ്മൾ സർവീസ് ചെയ്യുന്നതിന് വേണ്ടി, സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു. സം ഓഫ് ദ സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ മെമ്പേഴ്സ് ഓൺ ഇക്വിറ്റബിൾ ബേസ്. കുറച്ച് സർപ്ലസ് എന്താണ് മെമ്പേഴ്സിന് അവരുടെ
അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇക്വിറ്റബിൾ ബേസിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സം ഓഫ് ദ സർപ്ലസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് among the members on equitable basis. Cooperative education. അടുത്തതാണ് cooperative education. The progress of the society depends to great extent on how its members can take an active part in its affairs. It is possible only when the members are educated. The progress of the society depends to a great extent on how its members can take an active part in its affairs, which is possible only when the members are educated. അതായത് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അതിന്റെ മെമ്പർമാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് എത്രത്തോളം വളർച്ച വരണമെന്നുണ്ടെങ്കിൽ മെമ്പർമാരെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ പ്രോഗ്രസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അത് സാധ്യമാവണമെങ്കിൽ മെമ്പർമാർക്ക് സഹകരണം എന്തെന്നും സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് എന്താണ് മെമ്പേഴ്സ് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. The progress of the society depends to a great extent on how its members can take an active part in its affairs, which is possible only when the members are educated. അടുത്തതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയും. The ICA Commission of 1966 has incorporated a new principles called the principle of growth. ICA Commission of 1966 has incorporated a new principles called the principles of growth. 1966 ICA കമ്മീഷൻ എന്താണ് പുതിയൊരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്. മ്യൂച്വൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അതായത് നമുക്കറിയാം എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നാണ് പറയുന്നത്. ഓൾ ദ കോപ്പറേറ്റീവ്സ് ഓർഗനൈസേഷൻ should actively cooperate with other cooperatives at local, national and international level. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്താണ്? കോപ്പറേറ്റീവ് സഹകരിക്കുന്ന ആരായിട്ട്? അതർ കോപ്പറേറ്റീവ്സ്. അത് ഏതായിരിക്കും? ലോക്കൽ ലെവലിലാവാം, നാഷണൽ ലെവലിലാവാം, അതുപോലെ ഇന്റർനാഷണൽ ലെവലിലാവാം. ഏത് ലെവലിലായാലും കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്താണ്? ഇവര് ഓർഗനൈസേഷൻ ഈ ലെവലിലുള്ള എല്ലാവരും കൂടി ഒരു മ്യൂച്വൽ കോർപ്പറേഷൻ, അതായത് സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം ആവശ്യമാണ്. അത്ര ഉള്ളതിന്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം, ICAയുടെ മൂന്നാമത്തെ സ്റ്റേജ്. The chairman of the committee of new cooperative principles, Ivan McPherson. The chairman of the committee of a new cooperative principles, Ivan McPherson. The chairman of the committee of new cooperative principles, Ivan McPherson. The year in which Ivan McPherson appointed to reformulate cooperative principles, 1992. In which year Ivan McPherson appointed to reformulate cooperative principles, 1992. Ivan McPherson belonged to which country? Canada. Ivan McPherson belonging to which country? Canada. The place in which International Cooperative Congress held in 1992? Tokyo. The place in which International Cooperative Congress held in 1992? Tokyo. അതായത് 1992 ടോക്കിയോയിൽ ചേർന്നിട്ടുള്ള ICAയുടെ ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് കാനഡക്കാരനായ ഇവാൻ മാക്പേഴ്സിനെ ICA പ്രിൻസിപ്പിൾ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്തു. In which year Ivan McPherson submitted his report? 1994. In which year Ivan McPherson submitted his report? 1994. The first three principles address the internal and dynamic typical of any cooperatives. First three principles address the internal and dynamic typical of any cooperative. The last four principles affects both internal operation and external operation. അവസാനത്തെ 4 പ്രിൻസിപ്പിൾസ് എന്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇന്റേണൽ ഓപ്പറേഷനെയും എക്സ്റ്റേണൽ ഓപ്പറേഷനെയുമാണ് എഫക്ട് ചെയ്യുന്നത്. The last four principles affects both internal operation and external operation. The ഇന്റർനാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ 1995. 1995 ഇന്റർനാഷണൽ കോൺഗ്രസ് എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ മാഞ്ചസ്റ്ററിലാണ്, ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് 1995 ഇന്റർനാഷണൽ കോൺഗ്രസ് നടന്നത്. 1994 ഇവാൻ മാക്പേഴ്സൺ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇവാൻ മാക്പേഴ്സൺ 1994 7 പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് ഏക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തത് 1995 മാഞ്ചസ്റ്റർ കോൺഗ്രസിൽ വെച്ചിട്ടാണ്. 1995 മാഞ്ചസ്റ്റർ കോൺഗ്രസിൽ വെച്ചിട്ടാണ്
ആയ 7 പ്രിൻസിപ്പിളെ അഡോപ്റ്റ് ചെയ്തത്. ആ പ്രിൻസിപ്പിൾസ് ആണ് പുതിയ പ്രിൻസിപ്പിൾസ്, ഇപ്പോഴത്തെ പുതിയ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നിലവിലുള്ള പ്രിൻസിപ്പിളും 1995 ഇവാൻ മാക്പേഴ്സൺ കൊണ്ടുവന്ന പ്രിൻസിപ്പിളാണ്. ICA General Assembly held 23rd September 1995 at New Century Hall, Manchester, adopted the new 7 principles. ICA General Assembly held on 23rd September 1995 at New Century Hall, Manchester, adopted the ന്യൂ 7 പ്രിൻസിപ്പിൾസ്. 1995 സെപ്റ്റംബർ 23, വർഷം ഡേറ്റ് ഒക്കെ പഠിക്കുക. 1995 സെപ്റ്റംബർ 23 മാഞ്ചസ്റ്ററിലെ, ലണ്ടനിലുള്ള മാഞ്ചസ്റ്ററിലെ ന്യൂ സെഞ്ചുറി ഹാൾ, അവിടെ വെച്ചാണ് ന്യൂ സെഞ്ചുറി ഹാൾ, മാഞ്ചസ്റ്ററിലെ ന്യൂ സെഞ്ചുറി ഹാളിൽ വെച്ച് 7 പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തു. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഈസ് ആൾസോ നോൺ ആസ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇതിൽ 7ാമത്തെ പ്രിൻസിപ്പിളാണ്. 7th പ്രിൻസിപ്പിളായ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി അറിയപ്പെടുന്നത് 7th പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഇവാൻ മാക്പേഴ്സൺ കൊണ്ടുവന്ന പുതിയ നിയമത്തിലെ പുതിയ പ്രിൻസിപ്പിളിലെ 7ാമത്തെ പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അതിനറിയപ്പെടുന്നത് 7th പ്രിൻസിപ്പിൾ എന്നാണ്. ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. voluntary and open membership, voluntary and open membership, democratic control, member economic participation, autonomy and independence, education, training and information, cooperation among cooperatives, concern for community. ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. Voluntary and open membership. Cooperatives are voluntary organizations open to all persons able to use their services and willing to accept the responsibilities of membership without gender, social, racial, political or religious discrimination. Cooperatives എന്ന് പറയുന്നത് സ്വതന്ത്രവും തുറന്നതുമായിട്ടുള്ള മെമ്പർഷിപ്പാണ്. സ്വതന്ത്രവും തുറന്നതുമായ മെമ്പർഷിപ്പാണ്. കോപ്പറേറ്റീവ്സ് ഒരു വളണ്ടറി ഓർഗനൈസേഷനാണ്. അത് എല്ലാ വ്യക്തികൾക്കും വേണ്ടി തുറന്നു കൊടുത്തിരിക്കുക. എല്ലാ വ്യക്തികൾക്കും വേണ്ടി അവരുടെ സർവീസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ നിർവഹിക്കാനൊക്കെ ആയിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന, അതായത് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല അവിടെ. ഇന്ന ആൾക്ക് പറ്റില്ല, ഇന്ന വിഭാഗക്കാർക്ക് പറ്റില്ല, പണക്കാരന് പറ്റുള്ളൂ, പാവപ്പെട്ടവന് പറ്റുള്ളൂ, അങ്ങനെ യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഇല്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ, അതായത് എന്താണ് പറയാ, സെക്ഷൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡറെന്നോ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ല. സാമൂഹികപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷനോ വംശീയപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനുകളുമില്ല. കോപ്പറേറ്റീവ്സ് ആർ വോളണ്ടറി ഓർഗനൈസേഷൻസ് open to all persons able to use their services and willing to accept the responsibilities of membership without gender, social, racial, political or religious discrimination. No man is too great, no man is too low, no man is too rich, no man is too poor. അതായത് എന്താണ് പറയുന്നത് അല്ലേ? ഒരു മനുഷ്യനും ഏറ്റവും മഹാനല്ല, അതുപോലെ ഒരു മനുഷ്യനും ഏറ്റവും ചീത്തയാളോ അല്ലെങ്കിൽ താഴേക്കടയിലുള്ള ആളുമല്ല, അതുപോലെ ഒരാളും പണക്കാരനുമല്ല, ഒരു മനുഷ്യനും പാവപ്പെട്ടവനുമല്ല എന്നാണ് ഇതിൽ പറയുന്നത്. നോ മാൻ ഇസ് ടു ഗ്രേറ്റ്, നോ മാൻ ഇസ് ടു ലോ, നോ മാൻ ഇസ് ടു റിച്ച്, നോ മാൻ ഇസ് ടു പുവർ. അടുത്തെന്താണ്? ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. ഒന്നാമത്തേത് വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. നമ്പറുകൾ വെച്ച് തന്നെ പഠിക്കുക. ഒന്നാമത്തേത് വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, രണ്ടാമത്തേത് ഡെമോക്രാറ്റിക് member control. Cooperation is based on democracy, democratic management. അതായത് cooperation is based on democracy and democratic management. ജനാധിപത്യത്തിന് ബേസ് ചെയ്തിട്ടാണ് കോർപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ഭരണ നിർവഹണങ്ങളൊക്കെ നടത്തുന്ന ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈച്ച് മെമ്പർ ഈസ് ഗിവൺ ദി right of one vote only, irrespective of the number of shares held by him, and he also has an equal voice in management of their common affairs. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് ഏതൊരു വ്യക്തിക്കും ഒരേ ഒരു വോട്ടുള്ളൂ. അദ്ദേഹത്തിന് കുറെ ഷെയറുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഷെയറുകൾക്ക് അനുസരിച്ചല്ല വോട്ട്, ഒരു വ്യക്തിക്കാണ് ഒരു വോട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം കുറെ ഷെയർ എടുത്ത അയാൾ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കുകയും ഒരു ഷെയർ എടുക്കാത്ത ആളുകളെ ഒട്ടും സംസാരിക്കാതിരിക്കുകയും അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യ പ്രധാനമാണ്
കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈച്ച് മെമ്പർ ഈസ് ഗിവൺ ദി റൈറ്റ് ഓഫ് വൺ വോട്ട് ഓൺലി റെസ്പെക്റ്റീവ് ഓഫ് ദി മെമ്പർ ഓഫ് ഷെയർസ് number of shares held by him, and he also has an equal voice in the management of their common affairs. In a cooperative organization, people do not associate on basis of capital. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലെ ജനങ്ങള് ക്യാപിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. ഇൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ പീപ്പിൾ ഡു നോട്ട് അസോസിയേറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്യാപിറ്റൽ. One man, one vote is the distinguishing principle of cooperation. One man, one vote is the distinguishing principle of cooperation. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. അതുപോലെ പ്രിൻസിപ്പിൾ, അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വൺ മെൻ വൺ വോട്ട് ആണ്. വൺ മെൻ വൺ വോട്ട് ആണ്. ദ സുപ്രീം അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഇറ്റ്സ് ജനറൽ ബോഡി ഓഫ് മെമ്പേഴ്സ്. സുപ്രീം അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അടുത്തത് മൂന്നാമത്തേതാണ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത്. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഇക്വിറ്റബിളി ടു ദി ക്യാപിറ്റൽ ഓഫ് ദെയർ മെമ്പർ കോപ്പറേറ്റീവ്സ് വിത്ത് ക്യാപിറ്റൽ എ സർവന്റ് ആൻഡ് നോട്ട് ദി മാസ്റ്റർ ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്. അതിലെന്താണ് പറയുന്നത്? മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഇക്വിറ്റബിളി ടു ദി ക്യാപിറ്റൽ ഓഫ് ദെയർ കോപ്പറേറ്റീവ്സ് വിത്ത് ക്യാപിറ്റൽ എ സർവന്റ് ആൻഡ് നോട്ട് ദി മാസ്റ്റർ ഓഫ് ദി ഓർഗനൈസേഷൻ. മെമ്പർ എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ആയിട്ട് അവർക്ക് ആവശ്യമുള്ളതായിട്ടാണ് അവർ ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ കോപ്പറേറ്റീവ്സില് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സെർവന്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് സെർവന്റ്, മാസ്റ്റർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആണ്. അത് ആ ഓർഗനൈസേഷനിലെ മെമ്പർമാരാണ് മാസ്റ്റേഴ്സ്. അല്ലാതെ ക്യാപിറ്റലിലെ മാസ്റ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ക്യാപിറ്റൽ സെർവന്റ് ആണ്, അല്ലാതെ മാസ്റ്റർ അല്ല. Members get dividend based on the members' participation as economic benefit. Members get dividend based on the members' participation of economic benefit. അതായത് മെമ്പർമാരുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചാണ് ഡിവിഡൻഡ് ചെയ്തു കൊടുക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എല്ലാ ദിവസവും വന്നു പോകുക അങ്ങനെയുള്ള പാർട്ടിസിപ്പേഷൻ അല്ല. അവർക്ക് ആ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതിനനുസരിച്ചാണ് ആ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ബെനിഫിറ്റിംഗ് ഓഫ് മെമ്പേഴ്സ്, ബെനിഫിറ്റ് ഓഫ് മെമ്പേഴ്സ്, ബെനിഫിറ്റിംഗ് അല്ല ബെനിഫിറ്റ് ഓഫ് മെമ്പേഴ്സ് ആണ് എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. Benefit of members in proportion to their transactions with the cooperatives. Benefit of members in proportion to their transactions with the cooperatives. അവരുടെ ട്രാൻസാക്ഷൻസ് അനുസരിച്ചിട്ടാണ് അവരുടെ മെമ്പേഴ്സിന് ബെനിഫിറ്റ് കൊടുക്കുന്നത്. അതായത് വേറെ ഒന്നും വിചാരിക്കണ്ട. ഇപ്പൊ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് വിചാരിക്കാം. ആ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഞാൻ അവിടുത്തെ മെമ്പറാണ്. ഞാൻ അവിടെ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കുന്നതിനനുസരിച്ച്, എത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതുപോലെ അതൊരു ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ ഞാൻ അവിടുത്തെ ലോൺ എടുക്കുന്നതിനനുസരിച്ചാണ് എനിക്ക് അവിടുത്തെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഞാൻ ലോൺ എടുക്കുന്നതനുസരിച്ച് ഷെയറുകൾ കൂടുതൽ വാങ്ങിക്കുന്നത്, അതനുസരിച്ചാണ് എനിക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. അങ്ങനെ ഓരോ സൊസൈറ്റികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സൊസൈറ്റികൾ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്. അത് അവിടെ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അനുസരിച്ചിട്ടാണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. സ്വയംഭരണവും സ്വാതന്ത്ര്യവുമാണ്. Cooperatives are autonomous, self-help organizations controlled by their members. Cooperatives എന്ന് പറയുന്നത് സ്വയംഭരണ സ്ഥാപനമാണ്. സ്വയംഭരണവും സ്വന്തമായിട്ട് സഹായിക്കുന്നത് സ്വയം സഹായമായിട്ടുള്ള ഓർഗനൈസേഷനാണ്. അത് അവരുടെ മെമ്പർമാരാണ് അതിൽ കൺട്രോൾ ചെയ്യുന്നത്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? മെമ്പർമാർ തന്നെയാണ്. Cooperatives are autonomous, self-help organizations controlled by members. The fourth principle, autonomy and independence, was first introduced as a specific principle of cooperative enterprises during the reformulation of the cooperative principles in 1995. നാലാമത്തെ പ്രിൻസിപ്പിളായ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, ഓരോ പ്രിൻസിപ്പിളിന്റെ നമ്പർ വെച്ച് തന്നെ പഠിക്കണം. നാലാമത്തെ പ്രിൻസിപ്പിൾ ആണ്. അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 റിഫോർമുലേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിലാണ്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ?
റോച്ച്ഡെയിൽ പൈനിയേഴ്സ് സ്ട്രോങ്ലി ഇൻസിസ്റ്റഡ് ദി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. റോച്ച്ഡെയിൽ പൈനിയേഴ്സ് തുടങ്ങി തന്നെ എന്താണ് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് തുടങ്ങി തന്നെ എന്താണ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നു. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് പേഴ്സണലി ത്രൂ കോപ്പറേറ്റീവ് ആക്ഷൻ വിത്ത് അതേഴ്സ് ബൈ ദ സ്കിൽസ് ദേ ലേൺ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ദെയർ കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകുന്ന കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് പേഴ്സണലി ത്രൂ കോപ്പറേറ്റീവ് ആക്ഷൻ വിത്ത് അതേഴ്സ് ബൈ ദ സ്കിൽസ് ദേ ലേൺ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ഗ്രോത്ത് ഓഫ് ദെയർ കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് ഇൻഡിവിജ്വൽസിന് വ്യക്തികൾക്ക് തന്നെ വ്യക്തികളുടെ ഡെവലപ്പ് അവരുടെ വ്യക്തി വികാസനത്തിന് ഉള്ള ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് കോപ്പറേറ്റീവ് ആക്ഷനിൽ നമ്മൾ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല വ്യക്തികളായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതൊക്കെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് അവരുടെ സ്കില്ലുകൾ ഉണ്ടല്ലോ, ആ സ്കില്ലുകൾ പഠിപ്പിക്കാനും അവർക്ക് സ്കില്ലുകൾ പഠിപ്പിക്കാനും അത് മുഖേന കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ വളരുവാനും സഹായിക്കുന്നു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മുഖേന. അപ്പൊ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്താണ് അവരുടെ വ്യക്തി വികാസത്തിന് വേണ്ടിയിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും സ്കില്ലുകൾ പഠിപ്പിക്കുന്നതിനും എല്ലാം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മസ്റ്റ് ആയിട്ട് അത്യാവശ്യമാണ്. In 1853, Rochdale pioneers introduced a provision into the rules that 2.5% of surplus should be devoted to education. 1853 റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എ പ്രൊവിഷൻ ഇൻ ടു ദ റൂൾസ് ദാറ്റ് 2.5% ഓഫ് സർപ്ലസ് ഷുഡ് ബി ഡിവോട്ടഡ് ടു എഡ്യൂക്കേഷൻ. അതായത് റോച്ച്ഡെയിൽ പൈനിയേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി 1853 തന്നെ അവര് പ്രിൻസിപ്പിൾസ് വരുന്നതിന് മുമ്പ് തന്നെ അവര് 2.5% അവരുടെ പ്രോഫിറ്റിൽ നിന്ന് 2.5% കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നു. The progress of the society depends to great extent on how its members can take an active part in its affairs, which is possible only when the members are educated. The progress of the society depends to a great extent on how its members can take an active part in its affairs, which is possible only when the members are educated. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അതിൽ മെമ്പർമാരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിന് പ്രോഗ്രസ് ഉണ്ടാവുന്നത്. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണെങ്കിൽ മെമ്പർമാര് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. The progress of the society depends to a great extent on how its members can take an active part in affairs, which is possible only when the members are educated. ആറാമത്തെ പ്രിൻസിപ്പിൾ ആണ് കോപ്പറേഷൻ എമം കോപ്പറേറ്റീവ്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത്. എന്താണ് കോപ്പറേഷൻ എമം കോപ്പറേറ്റീവ്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത്? The spirit of this principle is that all cooperatives organization in order to best serve the interest of their members and their communities should actively cooperate in every practical way with other cooperatives at local, national and international level. ഈ പ്രിൻസിപ്പിൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. The spirit of this principle is that all cooperative organization in order to best serve the interest of their members and their communities should actively cooperate in every practical way with other cooperatives at local, national and international level. അതായത് ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ മെമ്പർമാരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഈ ഓർഗനൈസേഷനുകളിൽ അവരുടെ വിജയത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിലെ മെമ്പർമാര് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അവര് തമ്മിലൊരു ബന്ധം വേണം. അതായത് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒരു എക്കണോമിയില് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവരുടെ മെമ്പർമാർ മാത്രമല്ല പ്രവർത്തിക്കേണ്ടത്, ആ മെമ്പർമാര് കൂടാതെ മറ്റുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായിട്ട് അവർ നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, അവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് ഉതകും. നമുക്ക് തന്നെ അറിയാം, ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി കൂടിച്ചേർന്നുകൊണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായി കൂടിച്ചേർന്നുകൊണ്ട് അവരുടെ സാധനങ്ങളെ വിൽക്കുകയും അവർക്ക് വേണ്ട കടങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് തന്നെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്.
അപ്പൊ അങ്ങനെ ഓരോ സൊസൈറ്റികളും എന്താണ് ഇപ്പൊ ഒരു എന്താ പറയാ കൺസ്യൂമർ സൊസൈറ്റി അവിടെ നീതി സ്റ്റോറുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നീതി സ്റ്റോറുകളൊക്കെ പ്രവർത്തിക്കുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മുഖേനയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഉയരത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റും. അത് നമ്മളുടെ ഈ പ്രൈമറി കൺസ്യൂമർ അങ്ങനെയുള്ള നമ്മളുടെ കേരളത്തിൽ മാത്രമെന്നല്ല, അത് ഇന്ത്യയിലും ആകമാനമാകാം, അതുപോലെ ഇന്റർനാഷണൽ ലെവലിലും ആകാം. അങ്ങനെ അത് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം ആഗോളവൽക്കരണമാണ് നമ്മുടെ നാട്ടിൽ, അതായത് 90-കൾക്ക് ശേഷമുള്ള ആഗോളവൽക്കരണം നടന്നതിന് ശേഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ്, ഈ നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങള് മറ്റുള്ള രാജ്യങ്ങളിലുള്ളതെല്ലാം നമ്മുടെ നാട്ടിലും ലഭിക്കുന്നു. പണ്ട് കാലങ്ങളിലെന്ന് വെച്ചാല് ഈ 90-കൾക്ക് മുമ്പുള്ള കാലങ്ങളില് ഇവരെ ഗൾഫുകാർ വരുമ്പോഴായിരിക്കും നല്ല നല്ല സാധനങ്ങൾ നമ്മൾ കാണുന്നത്. എല്ലാ ഫോറിൻ സോപ്പുകൾ കാണുന്നത്, ഫോറിൻ പൗഡറുകൾ കാണുന്നത്, എന്താ പറയാ യാർഡ്ലിയുടെ ഒക്കെ പൗഡറുകൾ. ഞങ്ങൾക്ക് അതിന്റെ സ്ഥിരം ഞാൻ മാത്രം ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ചെറുപ്പകാലത്തില് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് നമുക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ഏത് നാട്ടിലെ ഏത് ഫ്രൂട്ട്സ് വരെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തില് ഈ ഒരു പ്രിൻസിപ്പിൾ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇന്റർനാഷണൽ ലെവലിലായാലും നമ്മളുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഇന്റർനാഷണൽ ലെവൽ വരെ പോകുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ ഈ കോപ്പറേറ്റീവ് സഹകരണ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം അത്യാവശ്യം. The principle is called cooperation among cooperatives because in the competitive conditions, the whole trend of economy is towards closer economic integration and larger units. എന്നത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്നത് the principle is called cooperation among cooperatives because in the competitive conditions, the whole trend of economy is towards closer economic integration and larger units. Concern for community. The cooperative societies are formed for the benefit of their members. The cooperative societies are formed for the benefit of their members. Cooperatives have special responsibility to their communities is sustained economically, social and culturally. Cooperatives have specially responsibility to their communities is sustained economically, socially and culturally. Concern for community എന്ന് പറയുന്നത് ഏഴാമത്തെ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു. ഇതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏഴാമത്തെ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു. ഈ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയിൽ എന്താണ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി പറയുന്നത് എന്താണ്, അതായത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഈ 95 പ്രിൻസിപ്പിൾ വരുന്നതിന് മുമ്പ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളുമായിട്ടാണ് യോജിച്ച് നിന്നിരുന്നതാണ്. അത് നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഫോം ചെയ്തിരിക്കുന്നത് അതിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്, മെമ്പേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഈ സഹകാരികൾക്ക് സോഷ്യലായിട്ട് സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിനോട് എന്താണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അതെന്തൊക്കെ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫോംഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദെയർ മെമ്പേഴ്സ്. Cooperatives have special responsibility to their communities is sustained economically, socially and culturally. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സാമൂഹിക പ്രതിബദ്ധത എന്നാണ് അതിനെ പറയാട്ടെ. The first principle asserts the right of any person to join or leave a cooperative. First principle asserts the right of, അതായത് ഒന്നുമില്ല, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. വളണ്ടറി ആൻഡ് സ്വതന്ത്രവും തുറന്നതുമായിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ഒരു പേഴ്സണെ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും റിലീവ് ചെയ്യാം. മെമ്പർഷിപ്പ് ഈസ് എ സെൻട്രൽ എലമെന്റ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ എലമെന്റ് ഓഫ് എ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് ആണ്. ദാറ്റ് ഈസ് ജോയിന്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ബൈ പേഴ്സൺസ് ഹൂ ചോസ് ദി ജോയിൻ ഇറ്റ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അത് ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതൊരു സെൻട്രൽ ആയിട്ടുള്ള
ഭീകരമായിട്ടുള്ള എലമെന്റ് ആണ്. അതായത് ഒരു പേഴ്സൺ ആയിട്ടുള്ള തീരുമാനിക്കുന്നത് ഇന്നയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക, ഇന്നയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട. അതൊരു പേഴ്സൺ അല്ല, അത് ജോയിന്റ്ലി ആയിട്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കൺട്രോൾഡ് പേഴ്സൺ ഹൂ ചോസ് ടു ജോയിൻ ഇറ്റ്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ട്. അത് ആ ആളുകൾ, അതായത് ജനാധിപത്യപരമായിട്ടാണ് അതിന്റെ കൺട്രോൾ ചെയ്യുന്നത് ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തില്. Membership is a central element of a corporate enterprise that is jointly owned and democratically controlled by persons who chose to join it. A member will usually be an individual person in a primary cooperative, but may also be cooperative legal person in a cooperative which provides service to other business or organization. ഒരു മെമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെമ്പർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആവാം. അത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കേസിൽ. എന്നാൽ നമുക്കറിയാം അപ്പെക്സ് സൊസൈറ്റിയിലാണെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ്സ് ഒക്കെ മെമ്പർമാരാണ്. അതൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ല, അത് ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു പേഴ്സൺ ആയിട്ട് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്പെക്സിൽ നിന്നല്ല കുറെ സൊസൈറ്റികൾ നമുക്കറിയാം. ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തന്നെ പ്രൈമറി സൊസൈറ്റികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെമ്പർമാരായിട്ട് എടുക്കും, ഗവൺമെന്റിനെ എടുക്കാം, ഷെയറുകൾ വാങ്ങിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ല. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഇൻഡിവിജ്വൽ പേഴ്സൺ എന്നാണ്. പ്രൈമറി സൊസൈറ്റികളിലും മറ്റുള്ള സൊസൈറ്റികളിൽ അതൊരു കോർപ്പറേറ്റ് ആവാം, ലീഗൽ പേഴ്സൺ ആവാം. ഓക്കെ, പ്രൈമറി സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെങ്കിൽ മറ്റുള്ള ഓർഗനൈസേഷനുകളിൽ അത് ലീഗൽ പേഴ്സൺ ആവാം. Cooperation is based on democracy and democratic management. Cooperation is based on democracy and democratic management. Cooperation എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, അതിൽ ജനാധിപത്യപരമായ മാനേജ്മെന്റ് ആണുള്ളത്. ഇൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ പീപ്പിൾ ഡു നോട്ട് അസോസിയേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ എന്താണ്, അവര് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി given the right of one vote only. അതായത് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ എന്താണ്, അവർക്ക് വൺ വോട്ട് മാത്രമേ ഉള്ളൂ. വൺ മാൻ വൺ വോട്ട് ഇസ് ദ ഡിസ്റ്റിംഗ്വിഷിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ആയിപ്പോയി. ഒരു സിഒയുടെ കുറവുണ്ട് അവിടെ. വൺ മാൻ വൺ വോട്ട് ഈസ് ദ ഡിസ്റ്റിംഗ്വിഷിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. Cooperatives are democratic organizations controlled by their members who actively participate in setting their policies and making decisions. Cooperatives are democratic organizations controlled by their members who actively participate in setting their policies and make decisions. Cooperatives എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ ആണ്. അത് കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ മെമ്പർമാരാണ്. അതുപോലെ തന്നെ എന്താണ്, അത് അല്ലെ അവര് എല്ലാ മേഖലകളിലും എന്തെല്ലാം പോളിസികൾ എടുക്കണോ അതിനെല്ലാ ഡിസിഷനുകളിലും അവർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. The managing committee is elected by the members to carry on day-to-day administration of and it works under the directions of the general body. The managing committee is elected by the members to carry on day-to-day administration. Managing committee elect ചെയ്യുന്ന മെമ്പർമാരാണ് day-to-day administration നടത്തുന്നത്. It works under the directions of general body. അത് വർക്ക് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിനല്ല, ജനറൽ ബോഡിയുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. The supreme authority of a cooperative society is its general body of members. Supreme authority of a cooperative society എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. The concept of democracy say the control of an organization by its members through majority decision making. The concept of democracy say the control of an organization by its members through majority decision making. അതായത് നമുക്കൊരു ജനാധിപത്യ രീതിയിലാണെങ്കിൽ മെജോറിറ്റി ഡിസിഷൻ ആണ് എടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. The Statement on Cooperative Identity is the book written by Ivan McPherson. അതായത് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ഇവാൻ മാക്പേഴ്സൺ നമുക്കറിയാം 1992 നമ്മൾ പഠിച്ചതാണ്. പുതിയ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ ഇവാൻ മാക്പേഴ്സൺ. അദ്ദേഹത്തിന്റെ ബുക്കാണ് കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. The Statement on Cooperative Identity is the book written by Ivan McPherson. In which year the statement cooperative identity was adopted? ഈ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന വാക്ക് ICA അഡോപ്റ്റ് ചെയ്തത് 1995 In which year the statement cooperative identity was adopted? 1995. What is the content of statement of cooperative identity? Definition, principle and values. What is the content of statement of cooperative identity? Definition, principles and values.
A Bonner was a member of D.G. Carver's committee from England. A Bonner was a member of D.G. Carver's committee from England. ബോണർ എന്ന് പറയുന്ന വ്യക്തി ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം ഡി.ജി. കാർവയുടെ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. ഡി.ജി. കാർവയുടെ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ്? ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നമ്മൾ UK എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഏതൊക്കെ രാജ്യമാണ്? ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും USA-യിൽ നിന്നും USSR-ൽ നിന്നും ജർമ്മനിയിൽ നിന്നുള്ള മെമ്പർമാരുണ്ടായിരുന്നു. അതിൽ കാർവെ കമ്മിറ്റിയിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള മെമ്പറായിരുന്നു എ ബോണർ എന്ന് പറയുന്നത്. The cooperative principles now in force were accepted in 1995. ഇപ്പോഴുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്ത് 1995-ലാണ്. The cooperative principles were accepted in 1995. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആക്സെപ്റ്റ് ചെയ്തത് 1995-ലാണ്. ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 1995-ലാണ് ആക്സെപ്റ്റ് ചെയ്തത്. The principle which was included in all of these 4 stages without any changes was cooperative education. ഈ 4 സ്റ്റേജുകളിലും ഒരു വ്യത്യാസമില്ലാത്ത കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. പ്രിൻസിപ്പിൾസ് ഒരു ചേഞ്ചും ഇല്ലാത്തത് എന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. ദ പ്രിൻസിപ്പിൾ വിച്ച് വാസ് ഇൻക്ലൂഡഡ് ഇൻ ഓൾ ദീസ് 4 സ്റ്റേജസ് വിത്തൗട്ട് എനി ചേഞ്ച് വാസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. Cooperative was the first cooperative journal published by Willingham. അതായത് വില്ലിംഗം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കോപ്പറേറ്റർ എന്ന് പറയും. അദ്ദേഹമാണ് കോപ്പറേറ്റർ എന്ന് പറയുന്ന മാഗസിൻ ആദ്യമായി കൊണ്ടുവന്നത്. അത് പബ്ലിഷ് ചെയ്തത് 1828-ലാണ്. 1828 പബ്ലിഷ് ചെയ്ത് 1830 തന്നെ നിർത്തലാക്കി. ആ ജേണലാണ് ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണൽ എന്നറിയപ്പെടുന്നത്. കോപ്പറേറ്റർ ആണ് ലോകത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണൽ. Cooperative was the first cooperative journal published by Willingham. The first publication about cooperation in world in the year 1828 and published till 1830. അടുത്തത് വാല്യൂസ് ഓഫ് കോപ്പറേഷൻ. വാല്യൂസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി, സോളിഡാരിറ്റി. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ഇതൊക്കെയാണ് കോപ്പറേഷന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. കോപ്പറേഷന്റെ വാല്യൂസ്. അടുത്ത എത്തിക്കൽ വാല്യൂസ് ആണ് ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിംഗ് ഓഫ് അതേഴ്സ്. എത്തിക്കൽ വാല്യൂസ് എന്തൊക്കെയാണ്? ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിംഗ് ഓഫ് അതേഴ്സ്. എത്തിക്കൽ വാല്യൂസ് ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കെയറിംഗ് ഓഫ് അതേഴ്സ്. അപ്പൊ ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ നന്ദിയുണ്ട് കേട്ടിരുന്നതിന്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ 60 ദിവസം നിങ്ങൾക്ക് വേണ്ടി നോട്ട്സ് ഇട്ടുകൊണ്ടിരിക്കും. 60 ദിവസത്തെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം. ഓക്കെ, ബൈ.